നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കിഡ്സ് സ്പെഷ്യൽ സ്നാക്കാണെന്ന് തന്നെ പറയാം. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും. അതുപോലെ അത്യാവശ്യം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് കൂടിയാണ്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അപ്പോൾ വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ വന്ന് നിങ്ങൾക്കത് ഫസ്റ്റ് തന്നെ കാണാൻ കഴിയും. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, അതുപോലെ തന്നെ 2 വലിയ സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം തന്നെ ചെറുതായി കട്ട് ചെയ്ത് മിക്സിയുടെ ഒരു ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരച്ചെടുക്കണം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിവിടെ നന്നായി തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് മൈദ, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ടേബിൾ സ്പൂൺ എടുക്കുമ്പോൾ നമ്മൾ ലെവൽ ചെയ്തെടുക്കാതെ കുറച്ച് അധികമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂണോളം കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവറും കടലമാവും മാത്രം വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അടുത്തതായി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരല്പം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഇല്ലാതെയും ചെയ്തെടുക്കാം, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, അധികം ആവരുത്. ഇതെല്ലാം കൂടി നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓയിൽ ഇവിടെ നന്നായി തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മാവിൽ നിന്ന് കുറച്ചായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പൊട്ടറ്റോ പോപ്കോൺസ് ആയതുകൊണ്ട് തന്നെ ഒരു പോപ്കോണിൻ്റെ സൈസിലുള്ള രീതിയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. സൈസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സൈഡ് ബ്രൗൺ കളർ ആകുമ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലും അതുപോലെ മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. കണ്ടില്ലേ, ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് വറുത്ത് മാറ്റാം. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മുഴുവൻ മാവും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വെറും 10 മിനിറ്റ് മതി നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. താങ്ക്